ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുക്കുകയാണ്. ദേവസ്വം ആസ്ഥാനത്താണ് മൊഴിയെടുപ്പിനായി പോറ്റി ഹാജരായത്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പോറ്റി നടത്തിയ ഇടപാടുകൾ പോറ്റിയിൽ നിന്ന് ചോദിച്ചറിയുകയാണ് വിജിലൻസ്. വിവിധ സംസ്ഥാനങ്ങളിൽ സ്വർണ്ണപ്പാടുകൾ എത്തിച്ചതിലും പണപ്പിരിവ് നടത്തിയതിലുമൊക്കെ വിവരങ്ങൾ ആരായുന്നുണ്ട്. ദിസ്ന സുരേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. ദിസ്ന. തീർച്ചയായും അനു സൂചിപ്പിച്ചത് പോലെ തന്നെ അല്പസമയം മുൻപാണ് ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത് എന്ന് തന്നെയാണ്. 3:30 കൂടി ഒറ്റയ്ക്കാണ് വന്നത് എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല പ്രധാനമായും എടുത്തു പറയേണ്ടത് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ നോട്ടീസ് ലഭിച്ചാൽ ഹാജരാകുമെന്നത് വ്യക്തമാക്കിയിരുന്നു. തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഹാജരാക്കുമെന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. അതിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയൊരു കാര്യമുണ്ടനു. ചെമ്പു പൊതിഞ്ഞ സാധനമാണ് തനിക്ക് ലഭ്യമായത് എന്നത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയത്. എന്തായാലും ഇന്ന് ഇപ്പോൾ ഇവിടെ ഈ ചോദ്യം ചെയ്യൽ ആരംഭിച്ച് പുരോഗമിക്കുകയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാണ് ഈ 1 മാസത്തോളം ഇത് കയ്യിൽ സൂക്ഷിച്ചത്, അതോടൊപ്പം തന്നെ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയത് സ്വർണ്ണപ്പാളിയാണോ ചെമ്പുപാളിയാണോ, ഇത് 1 മാസത്തോളം കയ്യിൽ സൂക്ഷിച്ചത് എന്തിനു ഉൾപ്പെടെയുള്ള ദുരൂഹ വിഷയങ്ങളിൽ വ്യക്തത വരുത്തും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല കൃത്യമായ ചോദ്യാവലി ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട് എന്നൊരു വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും അല്പസമയം മുൻപാണ് ഇവിടേക്ക് വന്നത്. ചോദ്യം ചെയ്യൽ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി പല വിഷയങ്ങളിലും മലക്കം മറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമല്ല പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അനു. ശരി ദിസ്ന.